ഇന്റർനാഷണൽ ഡെസ്കിലും സരുൺ ജോസ് കൂടിച്ചേരുന്നു. സരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞത് മാർക്കോ റൂബിയോയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം വലിയ തോതിൽ വൈറലാവുന്നുണ്ട്. വലിയ തോതിൽ ഇറാന്റെയും അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ രാഷ്ട്രങ്ങളൊക്കെ അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ മനുഷ്യരൊക്കെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. മാർക്കോ റൂബിയോ പറയുന്നത് ഇത് ഇസ്രായേൽ ഇറാനെ അടിച്ചാൽ ഇറാൻ ഞങ്ങളെ അടിക്കും, അതുകൊണ്ട് ഞങ്ങൾ ഇറാനെ അടിക്കാൻ പോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. വായിച്ചു കഴിഞ്ഞാൽ അത് കേട്ടാൽ ചിരിവരുന്ന ഒരു പ്രതികരണമാണ്. അമേരിക്കയ്ക്കുള്ളിൽ ഇറാൻ ആക്രമണത്തിൽ നടക്കുന്ന കൺഫ്യൂഷനാണ് മാർക്കോ റൂബിയോയുടെ വാക്കുകളിൽ വ്യക്തമാവുന്നത്. അതുകൊണ്ട് കരയുദ്ധത്തിനിറങ്ങി കൂടുതൽ അമേരിക്കൻ സൈനികരെ കുരുതി കൊടുക്കുക എന്ന പണിയിലേക്ക് അമേരിക്കയ്ക്ക് അത്ര എളുപ്പം പോകാൻ കഴിയുമോ സരുൺ? ഹാഷ്മി, ഈ ഒരു കൺഫ്യൂഷൻ അമേരിക്കൻ ഭരണകൂടത്തിൽ ആകെ തന്നെ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഫെബ്രുവരി 11 ഈ ഇറാനെ ആക്രമിക്കാനുള്ള നിർണായക തീരുമാനത്തിലേക്ക് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും നീങ്ങിയത്. നേരത്തെ ഈ മസ്കറ്റിൽ നടന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്ക് ദിവസങ്ങൾക്കകമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഫെബ്രുവരി 11 അമേരിക്കൻ സന്ദർശനം നടത്തുന്നത്. അന്ന് ഓവൽ ഓഫീസിൽ വെച്ച് 3 മണിക്കൂറോളം സമയമാണ് ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ചകൾ നടത്തിയത്. അമേരിക്ക ഈ ചർച്ചകളുടെ ഭാഗമായി നേരത്തെ തീരുമാനിച്ച പോലെ യുദ്ധം എന്നൊരു ഓപ്ഷനിൽ നിന്ന് വഴി മാറുമോ എന്നൊരു ആശങ്കയാണ് അന്ന് നെതന്യാഹു പ്രകടിപ്പിച്ചത്. ഈ ചർച്ചകൾ സംബന്ധിച്ച് ചർച്ചകളിൽ എന്തെങ്കിലും വഴിത്തിരിവുണ്ടാകുന്നതിലെ ആശങ്കയും അന്ന് നെതന്യാഹു ഡൊണാൾഡ് ട്രംപുമായി പങ്കുവച്ചിരുന്നു. ഈ ഇറാനെ ആക്രമിക്കുന്ന കാര്യം തന്നെയായിരുന്നു 3 മണിക്കൂർ ചർച്ചയിൽ ഇരുവരും ചർച്ചയിൽ വിഷയമായത്. പക്ഷേ ഈ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത വിശ്വസ്തരൊഴികെ ബാക്കി അമേരിക്കൻ ഭരണകൂടത്തിൽ മറ്റാർക്കും ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ സാധ്യതയെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ടോക്കിംഗ് എന്ന് മാത്രമായിരുന്നു ഇതിനെക്കുറിച്ച് അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഈ ഇറാനുമായുള്ള ആണവ ചർച്ചകൾ അത് ഒരു വഴിക്ക് ഈ ആണവ ചർച്ചകളുടെ മറയിൽ ഇത് നടന്നത് മുഴുവനും നെതന്യാഹുവും ട്രംപും നടന്നത് മുഴുവനും ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു അന്ന് നടന്നത്. മാർക്കോ റൂബിയോയുടെ പ്രതികരണത്തിൽ നിന്നും അത് നമുക്ക് വ്യക്തമാണ്. കാരണം ഈ മാർക്കോ റൂബിയോയുടെ പ്രതികരണം ഇതിനകം തന്നെ ചർച്ചയായിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചു, ഇറാനും ഞങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചു എന്നുള്ള പ്രതികരണമാണ് മാർക്കോ റൂബിയോ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഇറാനെതിരെയുള്ള സൈനിക നടപടി ഇനിയും ദിവസങ്ങളോളം നീളും. ഇതിന് പുറമെ ഇറാനു പുറമെ ലെബനനും വലിയ യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയും ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം അതിരൂക്ഷമായി തുടരുകയാണ്. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ എത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അവിടുത്തെ ഇസ്രായേലിന്റെ സേനാ താവളങ്ങൾ ആക്രമിച്ചു അല്ലെങ്കിൽ വിമാനത്താവളങ്ങൾ ആക്രമിച്ചു എന്നുള്ള അവകാശവാദവുമായി ഹിസ്ബുള്ളയും രംഗത്തെത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ തലവൻ നയീം ഖാസിമിനെ കൊലപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായിരിക്കുന്നത്. ഹിസ്ബുള്ളയെ അവരുടെ പ്രവർത്തനം നിരോധിക്കുന്നതായി ഇന്നലെ ലബനൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ ലബനൻ സൈന്യത്തെക്കാളും ശേഷിയും കരുത്തുമുണ്ട് ഈ ഹിസ്ബുള്ളയ്ക്ക്. ഹിസ്ബുള്ള അവിടെ രാഷ്ട്രീയത്തിലും അവർ സജീവമാണ്. അവിടെ പാർലമെന്റിൽ അവർക്ക് അംഗങ്ങളുണ്ട്. ലബനൻ മന്ത്രിസഭയിലും ഈ ഹിസ്ബുള്ളയ്ക്ക് സാന്നിധ്യമുണ്ട്. അങ്ങനെ വളരെ നിർണായകമായ ശക്തിയാണ് ഹിസ്ബുള്ള അവിടെ, പ്രത്യേകിച്ച് തെക്കൻ ലബനനിൽ. അതിനാൽ തന്നെയും ഈ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം രക്തരൂക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.